Annie. Hi, Ivana. Hi. 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 എന്ത്? ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദുബായിലെ ഫാമിലി വിസയെ പറ്റിയാണ്. എങ്ങനെയാണ് ഫാമിലി വിസ എടുക്കുന്നത്, എങ്ങനെയാ, എത്ര എമൗണ്ട് വരും, പിന്നെ അതിന് വേണ്ട ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് കേട്ടോ. സോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് അനു ആൻഡ് എഡ്വിൻ. ഒന്ന് വിട്ടുപോകാതിരിക്കാനായിട്ട് ഞാൻ ആ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എൻ്റെ നോട്ട്സിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി UAE-ൽ ഞാൻ അന്വേഷിച്ചത് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ദുബായിയുടെ വിസ നമുക്ക് എടുക്കണമായിരുന്നു, ഫാമിലി വിസ എടുക്കണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അന്വേഷിച്ചത് വെച്ച് UAE വിസ അങ്ങനെയല്ല, UAE-ൽ തന്നെ പല എമിറേറ്റ്സ് ഉണ്ടല്ലോ, ദുബായ്, ഷാർജ, ലൈക്ക് അബുദാബി, അങ്ങനെ കുറേ ഉണ്ടല്ലോ. സോ അപ്പോൾ ഓരോ സ്ഥലത്തിനും ഓരോ വിസയാണ്. അപ്പോൾ നമ്മുടെ ഇത് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ദുബായ് വിസയെ കുറിച്ചാണ്. ഞങ്ങൾക്കുള്ളത് ദുബായ് വിസയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസി ത്രൂ ആണ് നമ്മളിത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏജൻസിനെ കുറിച്ച് നന്നായിട്ട് അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക. ലൈക്ക് നമ്മുടെ ഫ്രണ്ട്സോ അതോ ആരെങ്കിലും ഇങ്ങനെ ആ ഏജൻസി ത്രൂ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. അവർക്കൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പറഞ്ഞ ടൈമിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് റിവ്യൂസ് ഒക്കെ അറിയുക. അതിനുശേഷം മാത്രം നമ്മളൊരു ഏജൻസിനെ ഏൽപ്പിക്കുക. അതാണ് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്. കാരണം ഞങ്ങളെ ഏൽപ്പിച്ച ഏജൻസി ഞങ്ങൾക്ക് അത്ര നല്ലൊരു റിസൾട്ട് അല്ല തന്നത്. ഞങ്ങളുടെ കുറേ കാര്യങ്ങളിൽ അത്യാവശ്യം ലാഗ് ഉണ്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് ഒക്കെയാണ് റെഡി ആയത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ കറക്റ്റായിട്ട് അത്യാവശ്യമൊക്കെ അന്വേഷിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, ഫ്രണ്ട്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു കുഴപ്പവും ഇല്ലാണ്ട് എല്ലാ സംഭവങ്ങളും അവർക്ക് വേഗം പെട്ടെന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് അവിടെ ഏൽപ്പിക്കാം. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മേ ബി പ്രശ്നങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ടെക്നിക്കൽ എറേഴ്സ് ഒക്കെ വരുമല്ലോ, അതിപ്പോൾ ലൈക്ക് എക്സെപ്ഷണൽ ആണ്. അല്ലാണ്ട് എല്ലാവരുടെയും പ്രൊഫൈൽസ് ഇങ്ങനെ ലാഗാക്കുക, ലൈക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്. അഡൾട്ടിന് വന്നിരിക്കുന്നത് ഓൾമോസ്റ്റ് 1600 AED ആണ്. പിന്നെ കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് 1300 AED വന്നിട്ടുണ്ട്. പിന്നെ സ്പോൺസർ ഫയൽ ഓപ്പൺ, അതായത് എനിക്കൊരു ജോലിയുണ്ട്, എനിക്ക് എൻ്റെ ഫാമിലീനെ ഇങ്ങോട്ട് കൊണ്ടുവരണം, സ്പോൺസർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാനാണ് ഈ ഫയൽ ഓപ്പൺ ചെയ്യുക. ലൈക്ക് എൻ്റെ പേരിലായിരിക്കും ഈ ഫയൽ ഓപ്പൺ ആവുക, ഞാനായിരിക്കും അവരുടെ സ്പോൺസർ. അപ്പോൾ ഈ സ്പോൺസർ ഫയൽ ഓപ്പണിന് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 280 AED ആണ്. അപ്പോൾ എമൗണ്ട് ഏകദേശം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു അഡൾട്ടിന് 1600-ഉം ഒരു ചൈൽഡിന് 1300-ഉം ആണ്. ഇനിയിപ്പം മേ ബി ഡിപ്പെൻസ് ഓൺ ദ ഏജൻസീസ്, വല്ല ഓഫേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് നമുക്കൊരു ഓഫർ, ആ ഒരു സമയത്ത് ഒരു ഓഫർ ഉണ്ടായിരുന്നു, അതുവഴി കിട്ടിയതാണ് ഈ എമൗണ്ടിന്. നെക്സ്റ്റ് ഇനി നമുക്ക് ഏതൊക്കെ ഡോക്യുമെന്റ്സ് ഈ ഫാമിലി വിസയ്ക്ക് ആവശ്യമുണ്ടെന്ന് നോക്കാം. ഏതൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പോൺസർ ചെയ്യുന്ന ആളുടെ പാസ്പോർട്ട് കോപ്പി, വിസ കോപ്പി, എമിറേറ്റ്സ് ID കോപ്പി, പിന്നെ അപ്രൂവ്ഡ് ലേബർ കോൺട്രാക്ട് ഓർ സാലറി സർട്ടിഫിക്കറ്റ്. നമ്മുടെ ഒരു ലേബർ കോൺട്രാക്ട് ഉണ്ടാവുമല്ലോ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്ക്, അപ്പോൾ ആളുടെ അപ്രൂവ്ഡ് ആയിട്ടുള്ള ലേബർ കോൺട്രാക്ടിന്റെ കോപ്പി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വെക്കണം. പിന്നെ മെമ്പേഴ്സിന്റെ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ എഡ്വിൻ ആയിരുന്നു ഞങ്ങളെ സ്പോൺസർ ചെയ്തത്. എഡ്വിൻ ആണ് ഞങ്ങളുടെ സ്പോൺസർ. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെയും ഡാനിയുടെയും. സോ ഞങ്ങൾക്ക് ആവശ്യം വന്ന എൻ്റെയും ഡാനിയുടെയും ആവശ്യം വന്ന ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്, എനിക്ക് ആവശ്യം വന്നത്
പാസ്പോർട്ട് കോപ്പി വേണമായിരുന്നു, പിന്നെ ഫോട്ടോ, മാരേജ് സർട്ടിഫിക്കറ്റ്. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ആയിരിക്കണം. അതായത് ഇവിടെ ലൈക്ക് നമ്മൾ നാട്ടിൽ ഏത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും അത് ഇവിടെ യു എയിൽ വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അറ്റസ്റ്റേഷൻ ചെയ്യണം. യു എയിലേക്ക് ആണെന്നുണ്ടെങ്കിൽ 2 അറ്റസ്റ്റേഷൻ ചെയ്യണം. ഹോം അറ്റസ്റ്റേഷനും പിന്നെ വരുന്നത് മോഫ് അറ്റസ്റ്റേഷൻ. നോർക്ക അറ്റസ്റ്റേഷൻ എന്നാണ് എല്ലാവരും പറയുക. ഞാൻ നാട്ടിലെ ഏജൻസിയിൽ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് നോർക്ക ദുബായിക്ക് ആവശ്യമില്ല, മാരേജ് സർട്ടിഫിക്കറ്റിനും ഇതിനും ഒന്നും നോർക്ക ഇപ്പോൾ ആവശ്യമില്ല. ഹോം അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു അറ്റസ്റ്റേഷൻ ഉണ്ട്, അത് ചെയ്താൽ മതി. അതും പിന്നെ വേണ്ടത് മോഫ് അറ്റസ്റ്റേഷൻ. ഈ 2 അറ്റസ്റ്റേഷനാണ് നമുക്ക് ഫാമിലി വിസയ്ക്ക് സർട്ടിഫിക്കറ്റ്സിൽ ചെയ്യേണ്ടത്. ഇനി നമ്മുടെ കേസിൽ ലൈക്ക് മാരേജ് സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് സർട്ടിഫിക്കറ്റ്സ് അല്ലേ. ലൈക്ക് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലെയൊന്നുമല്ലല്ലോ. സോ നമുക്ക് ഇപ്പോൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്സ് ദുബായിൽ നിന്നും ചെയ്യാം, നാട്ടിൽ നിന്നും ചെയ്യാം. കാരണം ഈ സർട്ടിഫിക്കറ്റ്സ് സോഫ്റ്റ് കോപ്പി ആയിട്ട് അയച്ചാൽ മതി. ഇപ്പോൾ ഏജൻസിക്കാർക്കാണെന്നുണ്ടെങ്കിൽ അവർക്ക് അയച്ചാൽ മതി സോഫ്റ്റ് കോപ്പി. അല്ല നമുക്ക് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നാട്ടിൽ നിന്ന് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മാരേജ് സർട്ടിഫിക്കറ്റും കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റും കുട്ടിക്ക് ആവശ്യമുള്ള, അത് ഞാൻ പറഞ്ഞില്ല അല്ലെ, കുട്ടിക്ക് ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ്സിൽ വരുന്ന ഒരെണ്ണമാണ് ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇത് രണ്ടും നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നാട്ടില് അടുത്ത് ഏതെങ്കിലും ഏജൻസീസ് ഒക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഗവൺമെന്റ് ത്രൂവും ചെയ്യാൻ തോന്നുന്നു. ഞാനൊരു ഏജൻസി വഴിയാണ്, എനിക്ക് പെട്ടെന്ന് വേണമായിരുന്നു. സോ നമ്മൾ ഒരു ഏജൻസി വഴിയാണ് ചെയ്തത്. അപ്പോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു 3-4 ദിവസത്തിനുള്ളിൽ ഇന്ത്യയുടെ ഉള്ളിൽ വരുന്ന ടൈപ്പ് ഓഫ് അറ്റസ്റ്റേഷൻ, ഹോം അറ്റസ്റ്റേഷൻ ചെയ്തു തരും. കുറച്ചും കൂടെ ദിവസം എടുക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്റർനാഷണൽ അറ്റസ്റ്റേഷൻ അല്ലേ, മോഫ് അറ്റസ്റ്റേഷനും ചെയ്തു തരും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം എടുക്കുന്നത് എന്താന്ന് വെച്ചാൽ അത് യു എയിൽ വന്നിട്ട് പിന്നെ തിരിച്ചു വരണം. അതുകൊണ്ടാണ് അതിന് സമയം എടുക്കുന്നത്. പിന്നെ ഈ ഹോം അറ്റസ്റ്റേഷൻ മാത്രം ഒരു സർട്ടിഫിക്കറ്റിന് ചെയ്യാനായിട്ട് ഞാൻ ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ആവശ്യം വന്നത് 7,000 ആയിരുന്നു ഇന്ത്യൻ റുപ്പി. ഞാൻ നാട്ടിൽ നിന്നാണ് ചെയ്തത്. ഇന്ത്യൻ റുപ്പി 7,000 ആവശ്യം വന്നു. ഇനിയിപ്പോൾ അത് തന്നെ നമ്മൾ ബോത്ത് മോഫ അറ്റസ്റ്റേഷനും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഗെയിൻ ഒരു 7,000 വേണ്ടി വരും തോന്നുന്നു. അങ്ങനെയാണ് നാട്ടിൽ നിന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ നാട്ടിൽ നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള എമൗണ്ട്. ഇനിയിപ്പോൾ യു എയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മോഫ് അറ്റസ്റ്റേഷന് ഇതന്നെയാണ് സെയിം പ്രോസസ്സ്. ഇപ്പം യു എയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ ഹോം അറ്റസ്റ്റേഷൻ നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് അയച്ചിട്ട് ചെയ്യും, മോഫ് അറ്റസ്റ്റേഷൻ യു എയിൽ ചെയ്യും. സോ യു എയിൽ ഏകദേശം മോഫ് അറ്റസ്റ്റേഷന് വരിക 280-270 ദിർഹംസ് ആണെന്ന് തോന്നുന്നു. സോ അങ്ങനെ അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫാമിലി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എൻട്രി പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. വൈഫിന്റെ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഏതൊക്കെയായിരുന്നു? പാസ്പോർട്ട് കോപ്പി, ഫോട്ടോ, മാരേജ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തത്. കിഡ്സ് ഉണ്ടെങ്കിൽ അവരുടെ ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് പാസ്പോർട്ട് കോപ്പി, ഫോട്ടോ, പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ്, അറ്റസ്റ്റ് ചെയ്ത ബർത്ത് സർട്ടിഫിക്കറ്റ്. ഇതൊക്കെയാണ് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ്. ഇനി ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ സ്പോൺസറുടെ ഫയൽ അവർ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ എനിക്കും കുട്ടിക്കും, ഞങ്ങളുടെ കേസിൽ ഞാനും ഡാനിയും ആയിരുന്നു, ഞങ്ങൾക്ക് 2 പേർക്കും അവർ എൻട്രി പെർമിറ്റിന് അപ്ലൈ ചെയ്യും. എൻട്രി പെർമിറ്റ് സാങ്ഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു 60 ദിവസമുണ്ട്. 60 ദിവസം എന്നാണ് ഞങ്ങളോട് അവർ പറഞ്ഞിരുന്നത്. 60 ദിവസമുണ്ട്. 60 ദിവസത്തിനുള്ളിൽ നമ്മൾ യു എയിലെത്തണം. യു എയിൽ എത്തിക്കഴിഞ്ഞ് ബാക്കി ഫുൾ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം 60 ഡേയ്സിനുള്ളിൽ. സോ എൻട്രി പെർമിറ്റ് കിട്ടി നാട്ടിൽ വന്ന് 60 ഡേയ്സിനുള്ളിൽ നമ്മൾ ബാക്കി എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ബയോമെട്രിക്സ് എടുക്കും. ബയോമെട്രിക്സ് എടുത്ത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് മാത്രമേ ബയോമെട്രിക്സ് എടുക്കുള്ളൂ. കൊച്ച് ഇൻഫാൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ബയോമെട്രിക്സ് എടുക്കില്ല. സോ അമ്മയുടെ ബയോമെട്രിക്സ് എടുക്കും. അത് കഴിഞ്ഞ് അമ്മയുടേത് സ്റ്റാമ്പ് ചെയ്യും. അമ്മയുടെ സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞ് അപ്രൂവ് ആയതിനു ശേഷം മാത്രമേ കുട്ടിയുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഈ ബയോമെട്രിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബയോമെട്രിക്സ് ചെയ്യുന്നതിന് ഒരു വാലിഡിറ്റി ഉണ്ട്.
ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ സ്റ്റാമ്പിങ് ചെയ്യണം, ഒരാഴ്ചയോ 2 ആഴ്ചയോ അങ്ങനെ എന്തോ ആയിരുന്നു ആ സമയം. അതിനുള്ളിൽ നമ്മൾ സ്റ്റാമ്പിങ് ചെയ്യണം, അതധികം നീട്ടി വെക്കരുത് എന്നാണ് അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലായത്. നമ്മുടെ ഇത്ര ലാഗായിരുന്നു, അതെന്തോ നമ്മൾ ചെയ്ത ഏജൻസിക്ക് എന്തോ അവരുടെ യൂസർ നെയിം ഇഷ്യൂ അങ്ങനെ എന്തോ ഒരു പ്രശ്നം വന്നിട്ട് നമ്മുടെ ഇത്ര ലാഗായിരുന്നു, നമ്മുടെ ലാസ്റ്റ് ടൈമിൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ ബയോമെട്രിക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ലാഗ് അടുപ്പിക്കാതെ നമ്മൾ സ്റ്റാമ്പിങ്ങും ചെയ്യാം. ഞങ്ങളുടെ കേസിൽ എന്ന് പറഞ്ഞാൽ എൻ്റെയും ഡാനിയുടെയും സ്റ്റാമ്പിങ് ചെയ്യാനുണ്ടായിരുന്നു. നമ്മൾ ഈ വാലിഡിറ്റി 60 ദിവസം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മളിവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഫൈൻ അടയ്ക്കണം. നമുക്കപ്പോൾ ഇവിടെ നിൽക്കാൻ റൈറ്റ്സ് ഇല്ല, അതുകൊണ്ട് നമ്മൾ അതിനുള്ള ഫൈൻ പേ ചെയ്യണം. സോ അതുകൊണ്ടാണ് ബയോമെട്രിക്സ് എടുത്ത് കുറച്ച് നാളിനുള്ളിൽ തന്നെ 1 വീക്കിനുള്ളിൽ തന്നെ നമ്മൾ സ്റ്റാമ്പിങ് 1 വീക്കല്ല 2 വീക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ സ്റ്റാമ്പിങ് ചെയ്ത് എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യാം. 60 ദിവസത്തിനുള്ളിൽ അപ്രൂവലിന് അയച്ചാൽ മതി എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. അപ്ലൈ ചെയ്തിടണം, അപ്രൂവ് ആയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെയാണ് കേട്ടോ നമ്മളോട് പറഞ്ഞത് അവർ. സോ എൻ്റെ അപ്ലൈ ചെയ്തതിന് ശേഷം അപ്രൂവ് ആയതിനു ശേഷം മാത്രമേ കുട്ടിയുടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് മദറിൻ്റെ അതും അപ്രൂവ് ആയതിനു ശേഷം മാത്രമേ കുട്ടിയുടെ അപ്ലൈ ചെയ്യുള്ളൂ. മദറിനെ ബേസ് ചെയ്തിട്ടാണ് കുട്ടിയുടെ ചെയ്യുക. അമ്മയുടെ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയുടെ അപ്പോൾ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ കുട്ടിയുടെയും സ്റ്റാമ്പിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു രണ്ടാളുടെയും ഒരു 1 വീക്കിന് 4 ഡേയ്സ് 5 ഡേയ്സിനുള്ളിൽ നമുക്ക് എമിറേറ്റ്സ് ഐഡി കൈ കിട്ടും. സോ ഇതാണ് ഫുൾ ഫാമിലി വിസയുടെ പ്രോസസ്സ്. പിന്നെ ഫാമിലി വിസ എന്ന് പറയുന്നത് നോർമൽ ഫാമിലി വിസ 2 ഇയർ വാലിഡിറ്റി ആണ് ഉണ്ടാവുക. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ലൈക്ക് നമ്മൾ ഏജൻസി ത്രൂ ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നന്നായി അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക. കുറേ സ്പാമുകളുണ്ട്, നമ്മളതിലൊന്നും ചെന്ന് വീഴരുത്. സോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞത്. പിന്നെ ഫുൾ എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മുടെ പ്രോസസ്സൊന്നും ചെയ്തു തരാത്ത ആൾക്കാരും ഉണ്ടാവും. സോ എല്ലാം അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യാം. സോ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. ഇത് സോ എല്ലാവർക്കും ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.